കളിയാക്കുന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആരെക്കുറിച്ച് നല്ലത് പറഞ്ഞവൻ ശീലമില്ലായിരുന്നു. പശുവിനെ കണ്ടാൽ അവൻ പറയും, നിന്നെ കണ്ടാൽ മതിയല്ലോ, നിന്റെ ഉന്തിയ എല്ലുകൾ കാണുമ്പോൾ അവ നിന്റെ തൊലി പൊളിച്ചപ്പോഴാ പോത്ത് വരികാനാണ് എന്റെ ഭയം. പോത്തിനോടവൻ പറഞ്ഞു, നീ ദൈവത്തെ ഒരുപാട് കോപിപ്പിച്ചിട്ടുണ്ടാകും. അതല്ലാതെ നിനക്ക് കരിഞ്ചട്ടിയുടെ നിറവും വളഞ്ഞ കൊമ്പും തന്ന് നിന്നെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കത്തില്ലായിരുന്നു. ആനയെ അവൻ ഒരു കാർട്ടൂൺ കഥാപാത്രം എന്നാണ് വിളിച്ചിരുന്നത്. ആനയുടെ മുൻപിൽ ചെന്ന് അവൻ പറഞ്ഞു, മുഖം ചുളിച്ച് അവൻ പറഞ്ഞു, നിന്റെ പൊണ്ണ ശരീരവും ഇത്തിരി കുഞ്ഞൻ കണ്ണും വിളക്കുതിരി പോലത്തെ വാലും മുഖം പോലത്തെ ചെവിയും കണ്ടാൽ ചിരി വരും. സുന്ദരിയായ പച്ചത്തത്തെ പോലും അവൻ വെറുതെ വിട്ടില്ല. അവളുടെ ചുണ്ട് കണ്ടിട്ട് ദൈവത്തിന്റെ ഒരു തമാശ എന്നാണ് അവൻ വിചാരിച്ചത്. ഒരിക്കൽ ഈ ഒട്ടകം ഒരു കുറുക്കനെ കണ്ടുമുട്ടി. എന്തും വെട്ടി തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു കുറുക്കൻ. ഒട്ടകം പറയുന്നതിന് മുമ്പേ കുറുക്കൻ പറഞ്ഞു, നീ ബാക്കിയുള്ളവരെ കളിയാക്കുന്ന നിന്റെ ശീലം നീ മറന്നേക്ക്. എന്നിട്ട് നീ നിന്റെ ശരീരം തന്നെ നീ നോക്ക് എന്ന് കുറുക്കൻ പറഞ്ഞു. കുറുക്കൻ നിന്റെ നീണ്ട മുഖവും കല്ല് പോലത്തെ കണ്ണും മഞ്ഞിച്ച പല്ലും മുരിങ്ങക്ക പോലത്തെ കാലും അതും പോരാതെ പുറത്തൊരു കുന്നു. വിരൂപന്മാരിൽ വിരൂപൻ എന്നുള്ള പട്ടമുണ്ടെങ്കിൽ നിനക്കേ യോജിക്കും എന്നൊരു പാഠം പഠിച്ച ഒട്ടകം പിന്നീട് ആരെയും കളിയാക്കാൻ വന്നിട്ടില്ല. ഗുണപാഠം: സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നോക്കരുത്.